ഞങ്ങൾ ഗൂഡല്ലൂർ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ദാ വൈക്കടവന്ന് ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ദാ ചായ കുടിക്കാൻ വേണ്ടി കയറി. അടിപൊളി ചായയും നല്ല സുഖീന് വട അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടാവും കേട്ടോ ഈ കാക്കാൻ്റെ കടയിൽ. പക്ഷെ അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇവിടെ എല്ലാവരും ലോറിക്കാരൊക്കെ നിർത്തിയിട്ട് ചായ കുടിച്ചിട്ടൊക്കെ തന്നെ പോകുന്നത് കേട്ടോ. അച്ചായനും അതെ, ഞങ്ങളും അതെ കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്ന് ചായ കുടിച്ചാൽ ഒരു എനർജി കിട്ടുള്ളൂ. പിന്നെ കുട്ടികളാണെങ്കിൽ സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ പോട്ടോ. ഇന്നൂസ് ഇന്നലെ ഇട്ട ഡ്രസ്സാണ് ഡാൻസിന്, ഇതുവരെ ഊരിയിട്ടില്ല. അമ്മമ്മയ്ക്ക് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഇട്ടതാണ് കേട്ടോ. നന്നൂസ് ഒരു ജ്യൂസ് കൊടുത്ത് ഇന്നൂസ് പോയിട്ട് കടിയൊക്കെ എടുത്തട്ടോ, സ്നാക്സ് എടുത്തു. പോണ വഴിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. അങ്ങനെ ഞങ്ങളിതാ സ്നാക്സ് ഒക്കെ എടുത്ത് ഞാനൊരു ചായയും കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഭയങ്കര വെയിലല്ലേ, അപ്പോൾ അവിടെ ഗൂഡല്ലൂർ പോയി കഴിഞ്ഞാൽ കുറച്ച് തണുപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അത് കരുതിയിട്ട് അങ്ങനെ ഞങ്ങളിതാ 4 പേരും ഇതാ ഒറ്റ വിടൽ. നല്ല രസമാണ്. പക്ഷേ ഇവിടുത്തെ ചൂട് അത്രയ്ക്ക് നമുക്ക് ഉണ്ടാവില്ല, ഇവിടുത്തെ വെയിലിൻ്റെ. അപ്പം പോകുന്ന വഴിക്ക് ഇതാ മുളകരി ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയാണ് അത്ര. ഞാൻ പക്ഷേ കഴിച്ചിട്ടില്ല. പക്ഷേ ഇത് കുറേ ആൾക്കാർ ഇങ്ങനെ എല്ലാം ചാടി കിടക്കുമ്പോൾ പെറുക്കിയെടുക്കുന്നതാണ് ഈ ആദിവാസി അവരൊക്കെ. എന്നിട്ട് അവരൊക്കെ കൊണ്ടുപോയിട്ട് വിറ്റിട്ട് നമുക്ക് കിട്ടുമല്ലോ. നല്ല റേറ്റാണ് കേട്ടോ ഇതിന് സംഭവം. അത് കുറച്ച് നേരം കണ്ട് പറിക്കാനൊക്കെ നോക്കി, പക്ഷെ പറ്റിയില്ല കേട്ടോ. അത് പറിച്ചിട്ട് എന്ത് ചെയ്യണം നമുക്കറിയില്ലല്ലോ, എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങളിതാ യാത്ര പിന്നെയും തുടർന്നു. യാത്ര അങ്ങനെ പോയിട്ടോ. പോയോണ്ടിരുന്നപ്പോഴാണ് നല്ല അടിപൊളി ഈ പാറ കണ്ടത് കേട്ടോ. ഇത് കുറേ ദിവസമായി ഞാനിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം എന്നറിയില്ല. ഈ ഗുഹയാണോ ഇതെന്താ സംഭവം? കുറേ ചെക്കന്മാർ ഇവിടെ കാണാം കേട്ടോ. നമ്മൾ പോകുമ്പോഴും വരുമ്പോഴും വൈകിട്ടും ഒക്കെ ചെക്കന്മാർ കാണാം ഇവിടെ കുറേ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ മെല്ലെ കയറി നോക്കി ഇതിൻ്റെ ഉള്ളിൽ എന്താ ഇനി മാത്രം എന്താ കാണാനുള്ളത്. പക്ഷെ രസമാണ് കേട്ടോ, വീഡിയോയിലും കാണാം, രസമാണ്. അതിൻ്റെ നേരിട്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഉള്ളിലൊക്കെ നല്ല ഒരു ഗുഹ മാതിരി ഉണ്ട്. എന്തെങ്കിലും കടുവയോ എന്തെങ്കിലുമൊക്കെ വന്ന് കിടന്നാൽ കൂടി അറിയില്ല. ഞങ്ങളിത് കണ്ടു എന്ന് വീട്ടിൽ പോയി പറഞ്ഞപ്പോൾ തന്നെ നല്ല വഴക്ക് കേട്ടു കേട്ടോ. അമ്മ നല്ല വഴക്ക് പറഞ്ഞു, എന്തിനാണ് ആ കാട്ടിൻ്റെ ഉള്ളിലൊക്കെ പോയത്, എന്തിനാണ് കല്ലിൻ്റെ ഉള്ളിലൊക്കെ പോയത്, ആനയോ പുലിയോ പാമ്പോ വല്ലതൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ തമിഴ്നാട് ബോർഡർ എത്തിയിട്ടോ. പണ്ട് പോസ്റ്റ് ഓർമ്മയുണ്ടോ? 2 തമിഴ്നാട്ടിലത്തെ ബസ്സും കേരളത്തിലത്തെ ബസ്സും രണ്ടും ഒന്നിച്ച് വന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാരെ മാറ്റി കൊണ്ടുപോകുന്നുണ്ടോ. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ കുഞ്ഞിലൊക്കെ ഞങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ബസ് മാറി സീറ്റ് കിട്ടൂല, ചിലപ്പോഴൊക്കെ സീറ്റിന് വേണ്ടി ഓടുമായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളത് ഐസ്ക്രീം വണ്ടി കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. ഈ പയ്യന് നല്ല രസം, കുറേ ഐസ്ക്രീമൊക്കെ ഉണ്ടാവും. നമ്മൾ സ്ഥിരം വാങ്ങുന്ന കടയൊക്കെയാണ് കേട്ടോ. അങ്ങനെ നേരെ സൈക്കിൾ റേസ്, കുറേ ആൾക്കാർ സൈക്കിളിൽ ഇങ്ങനെ പോകുന്നുണ്ട്, ബുള്ളറ്റിൽ പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങി. അടിപൊളി ഐസ്ക്രീമൊക്കെ ആയിരുന്നു. മറ്റേ എന്താ കാന്താരി ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് ഒരു ഐസ്ക്രീം തന്നു, പൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അപ്പനും മക്കളും ഭാര്യയും എല്ലാവരും കൂടെ ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് സ്നാക്സൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നിട്ടോ. നല്ല രസമല്ലേ. ചിലവർ ഈ ഫുഡൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് കഴിക്കുന്നതാണ് കേട്ടോ. എനിക്കൊരാഗ്രഹമുണ്ട് ഈ ഫുഡൊക്കെ കൊണ്ടുവന്ന് രാവിലെ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കണം. പക്ഷെ അത് ഞാൻ തന്നെ ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാണ് പിന്നെ ആ ഭാഗത്ത് ചിന്തിക്കാത്ത കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ തന്നെ എണീച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരുന്ന് കഴിക്കണം. അങ്ങനെ പാട്ടും കഴിഞ്ഞ് ഞങ്ങളിതാ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയിട്ടോ. കുറേ പേര് ടോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളിതാ നേരെ പോലീസിൻ്റെ അടുത്തോട്ട് ഞങ്ങൾ നീങ്ങി പോവാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. റോഡ് എന്താ വെച്ചാൽ നമുക്ക് റിലാക്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ട് തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ചൂടൊന്നും ഇല്ലാതെ നല്ല കൂളിംഗ് ആയിരുന്നു. അങ്ങനെ അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അടുത്ത വ്ളോഗൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ കാണാമല്ലോ. ഈ ചായക്കടേൻ്റെ കഥ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.